ബ്രെഡ് ഉപ്മ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ പാനിൽ എണ്ണ ഒഴിച്ച് ചൂടാവുമ്പം ജീരകം ഇടുക. ജീരകം പൊട്ടി വരുന്ന സമയത്ത് നമ്മൾക്ക് ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലെങ്കിൽ ചതച്ചത് ചേർക്കാം. ഇത് ചേർത്ത് കുറച്ചൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലോട്ട് കീറിയ പച്ചമുളക് 2 ചേർക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പിലയും. അതിനുശേഷം ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞത് അത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി എരിവിനനുസരിച്ച്, പിന്നെ 1 സ്പൂൺ ഗരം മസാലയും ഇതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഒരു വലിയ സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് ഇതും ഒന്നുകൂടെ മിക്സ് ചെയ്ത് നല്ല സോഫ്റ്റ് ആവുന്ന സമയത്ത് നമ്മൾ ഒരു 1.5 ടീസ്പൂൺ സോസ് ചേർക്കണം. അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. സോസ് ചേർത്തതിന് ശേഷം ഉപ്പ് ചേർത്താൽ മതി. അപ്പോഴേ കറക്റ്റായിട്ടുള്ള ഉപ്പ് നമ്മൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനുശേഷം നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾക്ക് ബ്രെഡ് ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്യണം. സ്ക്വയർ പീസസ് ആക്കിയിട്ട് അതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് കളയണം. സൈഡ് ഇടുകയാണെങ്കിൽ ഇടുകയും ചെയ്യാം. എന്നിട്ട് ഇത് നമ്മൾക്ക് ഈ മസാലയിലോട്ട് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് മിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, എന്നാലും ഇതെല്ലാം ബ്രെഡിലെല്ലാം മസാല ആവുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അത്രേ ഉള്ളൂ. നമ്മുടെ ബ്രെഡ് ഉപ്മ എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. ഇപ്പോൾ ഇത് എല്ലാം നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം മസാലയൊക്കെ കണ്ട് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റിയാണ്, നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കിയതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ പറയാം കമൻറ്റിലൂടെ. പിന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.